ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും ശാന്തമായ തീർത്ഥാടന കാലങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്നത്. ശബരീശനെ കാണാൻ ഇപ്പോൾ എത്തുന്നവരിൽ ഏറെയും സഹോദര സംസ്ഥാനക്കാരാണ്. തമിഴ്നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും ഉള്ളവർ. മലയാളി അയ്യപ്പന്മാർ തീർത്ഥാടന ഘട്ടത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. ഇത് ഏറ്റവും ശാന്തമായ തീർത്ഥാടന കാലം എന്ന് പറയാൻ കാരണം പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമല്ല, അലോസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. ദക്ഷിണേന്ത്യ മുഴുവൻ കേരളത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ദിവസങ്ങളാണ്. ചെറിയൊരു താളപ്പിഴ വന്നാൽ തന്നെ അത് രാജ്യമെങ്ങും ചർച്ചയാവുകയും ചെയ്യും. അത്രയ്ക്കുണ്ട് ഇപ്പോൾ ശബരിമലയ്ക്കുള്ള ദേശീയ പ്രസക്തി. സാധാരണ ആദ്യ ദിവസങ്ങളിൽ മണിക്കൂറുകൾ നീളാറുള്ള ക്യൂവും തിരക്കും ബഹളവും ഈ വർഷം ഇല്ല. അതിനു കാരണം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതല്ല, ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദർശനക്രമമാണ് ഇപ്പോൾ പാലിക്കുന്നത്. രാവിലെ 3 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ രാത്രി 11 വരെയും. ആകെ നട അടച്ചിടുന്നത് 2 ഘട്ടങ്ങളിലായി 6 മണിക്കൂർ മാത്രമാണ്. 1 മിനിറ്റിൽ 80 പേർ 18-ാം പടി കയറുന്നുമുണ്ട്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. തിരുപ്പതി പോലെ ക്രമാൽ ശബരിമലയും വളരട്ടെ. ഇതുവരെ ഓൺലൈൻ ബുക്കിംഗിന് പരമാവധിയായി നിശ്ചയിച്ചിട്ടുള്ള 70,000-ന് ബുക്കിംഗ് നടത്തിയത് 2 ദിവസമാണ്. അതിൽ പോലും 90% തീർത്ഥാടകർ മാത്രമാണ് എത്തിയത്. ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ എത്തുന്നവരുടെ എണ്ണം 5,000-ൽ താഴെയുമാണ്. 70,000 പേർക്ക് വരെ ഓൺലൈൻ ബുക്കിംഗും 10,000 പേർക്ക് വരെ സ്പോട്ട് ബുക്കിംഗും എന്ന പരിധി ഒരു ദിവസം പോലും കടന്നില്ല. ആദ്യ 3 ദിവസത്തെ കണക്കെടുത്താൽ ശരാശരി 50,000 തീർത്ഥാടകരാണ് എത്തിയത്. ആകെ വന്നത് 1,51,977 പേർ. ഇതുകൊണ്ട് തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു എന്നർത്ഥമില്ല. യഥാർത്ഥ എണ്ണമാണ് ഇപ്പോൾ കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1 മിനിറ്റിൽ 80 പേർ 18-ാം പടി കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കണക്കുണ്ട്. പൂരം അലങ്കോലമായി എന്ന ആരോപണത്തിന്റെ മുന ചെന്നു നിന്നത് ADGP MR അജിത് കുമാറിൽ ആയിരുന്നു. അതേ അജിത് കുമാറും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും തമ്മിൽ കഴിഞ്ഞ വർഷം നടന്ന വാക്പോര്. മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിലാണ് മിനിറ്റിൽ 60 പേരെ മാത്രമേ 18-ാം പടി കയറ്റാൻ കഴിയൂ എന്ന് MR അജിത് കുമാർ നിർബന്ധം പിടിച്ചത്. 75 പേർ വരെ മുൻവർഷങ്ങളിൽ കയറിയിട്ടുണ്ട് എന്ന് PS പ്രശാന്ത് പറഞ്ഞതോടെ വാക്പോരായി. മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും ഇരുവരും ശാന്തരായില്ല. അന്ന് പ്രതിച്ഛായ നഷ്ടം വരാത്ത ആളായിരുന്നു അജിത് കുമാർ. അതുകൊണ്ട് അവിടെയാണ് കൂടെ നിൽക്കാൻ കൂടുതൽ ആളുകൾ ഉണ്ടായത്. കോൺഗ്രസ് വിട്ട് സമീപകാലത്തു മാത്രം വന്ന പ്രശാന്തിന് പിന്നിൽ ആരും അണിനിരന്നതുമില്ല. ഏതായാലും പോലീസ് വാശി ജയിച്ചതോടെ ശബരി പീഠവും കഴിഞ്ഞ് അപ്പാച്ചിമേട് വരെ വരി നീണ്ട ദിവസങ്ങളുണ്ടായി. 36 മണിക്കൂർ വരെ നടപ്പന്തലിൽ നിന്നാലും അയ്യനെ കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടായി. പന്തളത്തുപോയി മാല അഴിച്ചു മടങ്ങുന്നവരെ കുറിച്ച് റിപ്പോർട്ടുകൾ വന്നു. അവർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയതാണെന്ന് മറുവാദം ഉണ്ടായി. ഇപ്പോൾ എന്താണ് ശബരിമലയിൽ ഉണ്ടായ മാറ്റം? ഔദ്യോഗികമായി മാറ്റിയിരുന്നില്ലെങ്കിലും ദർശന സമയത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ഈ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാത്രി 11 ആണെങ്കിലും കഴിഞ്ഞ വർഷം 12 മണി വരെ ദർശനം നീട്ടിയ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നതുപോലെ നട അടഞ്ഞു കിടക്കുന്ന ഉച്ചസമയത്ത് 18-ാം പടി കയറാൻ അനുമതിയും നൽകിയിരുന്നു. എന്നിട്ടും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണാതീതമായി. ദേവസ്വം മന്ത്രി പലതവണ സന്നിധാനത്ത് എത്തി. ദേവസ്വം പ്രസിഡന്റ് വിമർശന ശരങ്ങൾ നേരിട്ടു. ചട്ടപ്രകാരം പറ്റുന്നതാണ് ചെയ്യുന്നത് എന്ന് പോലീസ് നിലപാട് സ്വീകരിച്ചു. ഇപ്പോഴത്തെ തീർത്ഥാടനം ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ശബരിമലയിൽ കഴിഞ്ഞ വർഷം പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ശാസ്ത്രീയമായിരുന്നില്ല എന്നതാണ് അത്. കഴിഞ്ഞ വർഷം ആദ്യ ദിവസങ്ങളിൽ എത്തിയതിൽ കൂടുതൽ ആളുകൾ ഈ വർഷം എത്തുന്നുണ്ട്. എന്നിട്ടും ശരം കുത്തിയിൽ നിന്ന് നടപ്പന്തൽ കടന്ന് 4 മണിക്കൂർ കൊണ്ട് ദർശനം സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിലും ഏറെ കുറഞ്ഞ സമയത്ത് തന്നെ തീർത്ഥാടകർ ശ്രീകോവിലിന് മുന്നിൽ എത്തുന്നു. പൂരത്തിലുണ്ടായ അലങ്കോലത്തിൽ മാത്രമല്ല, ശബരിമലയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ അലങ്കോലങ്ങളുടെയും കാരണം ഇനിയെങ്കിലും ഒന്ന് പഠിക്കേണ്ടതാണ്. ഭാവിയിലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത് ഗുണം ചെയ്യും.
മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവ് 18ാം പടി തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒരു ബാച്ച് പോലീസുകാർ 20 മിനിറ്റാണ് 18ാം പടി നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 15 മിനിറ്റാക്കി. ഇതോടെ പോലീസുകാർ അവശരാകുന്ന സ്ഥിതി മാറുകയും കൂടുതൽ തീർത്ഥാടകരെ പടികയറ്റാൻ സാധിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഹൈഡ്രോളിക് സംവിധാനവും നിലവിൽ വന്നത് 18ാം പടിയിലെ സമ്മർദ്ദം കുറച്ചു. കഴിഞ്ഞ വർഷം ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടായത് നിലയ്ക്കൽ മുതൽ തീർത്ഥാടകരെ തടഞ്ഞതുകൊണ്ടാണ്. എരുമേലിയിൽ നിന്നു മുതൽ വണ്ടികൾ അന്ന് പിടിച്ചിടാനും തുടങ്ങി. ഇത്തവണ നിലയ്ക്കൽ പാർക്കിംഗ് സംവിധാനം വിപുലമായി. 10,000 വാഹനങ്ങൾ ഒരേ സമയം നിർത്തിയിടാം. നിലയ്ക്കൽ പമ്പ KSRTC തടസ്സങ്ങളില്ലാതെ ഓടുന്നുമുണ്ട്. ബുക്കിംഗ് നടത്തിവരുന്നവർ ആയതിനാൽ പമ്പയിലോ അപ്പാച്ചിമേട്ടിലോ ശബരിപീഠത്തിലോ ശരംകുത്തിയിലോ ഒന്നും തടഞ്ഞു നിർത്തുന്നില്ല. നടപ്പന്തലിൽ പോലും ഏറെ സമയം നിൽക്കേണ്ടി വരുന്നില്ല. സുഗമമായി 18ാം പടി വരെ തീർത്ഥാടകർ എത്തുന്നുണ്ട്. നിലയ്ക്കലും പമ്പയിലും സ്ഥിരം ഷെഡുകൾക്ക് പുറമെ 3000 തീർത്ഥാടകർക്ക് സൗകര്യമുള്ള ജർമ്മൻ മാതൃകയിലുള്ള വിരിപ്പന്തൽ വന്നു. ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം പോയ വർഷം എന്തുകൊണ്ട് വിവാദങ്ങൾ എന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷമാണ് ശബരിമലയിൽ പോലീസ് കോർഡിനേറ്റർ ആയി ADGP MR അജിത് കുമാർ ചുമതലയേറ്റത്. അപ്പോൾ മുതലാണ് പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയത്. ശബരിമല പ്രക്ഷോഭകാലത്ത് എന്നതുപോലെ ദിവസവും ഏറ്റുമുട്ടൽ പതിവായി. പമ്പയിലും നിലയ്ക്കലും കുത്തിയിരിപ്പ് സമരങ്ങൾ ഉണ്ടായി. നടപ്പന്തലിൽ പോലും 16 മണിക്കൂർ തീർത്ഥാടകർ കാത്തുനിൽക്കുന്ന സ്ഥിതി വന്നു. ഈ വർഷം ദേവസ്വം ബോർഡ് രേഖാമൂലം പരാതി നൽകി. അതോടെ MR അജിത് കുമാറിനെ കോർഡിനേറ്റർ പദവിയിൽ നിന്ന് മാറ്റി. പോലീസ് ആസ്ഥാനത്ത് നിന്ന് S ശ്രീജിത്ത് വീണ്ടും ശബരിമല ഏകോപനം ഏറ്റെടുത്തു. ഈ ഒരു മാറ്റം അല്ലാതെ മറ്റൊന്നും ഈ വർഷം ഉണ്ടായിട്ടില്ല. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനെങ്കിലും ഒരു കാര്യം അന്വേഷിക്കണം. ശബരിമലയിലേക്ക് പോലീസ് വഴി രാഷ്ട്രീയം കടത്തിയോ എന്ന് കണ്ടെത്തുക തന്നെ വേണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി.